ഇന്ന് നമുക്ക് ക്രിസ്മസിന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പി നോക്കാം. ഇതിന് മുന്നേ ഞാനൊരു സ്നാക്കിൻ്റെ റെസിപ്പി തന്നെയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് ചെമ്മീൻ പക്കോടയായിരുന്നു. അത് ഒരുപാട് പേരൊന്നും കണ്ടിട്ടില്ല തോന്നുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അത് മറക്കാതെ ഒന്ന് കാണൂ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് ഒരു ഗോവൻ റെസിപ്പിയാണ്. ഇത് ഗോവക്കാർ സാധാരണ ക്രിസ്മസ് ടൈമിൽ അവർ വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ്. ഇതിനവർ പറയുന്ന പേര് കൽക്കൽ എന്നാണ്. കറക്റ്റായിട്ട് പ്രൊനൗൺസിയേഷൻ അറിയില്ല. കൽക്കൽ എന്നാണ് എന്ന് തോന്നുന്നു. അപ്പോൾ ഈ റെസിപ്പിക്ക് ട്രഡീഷണലി കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ ഈ രീതിയിൽ ചെയ്ത് നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പോഴാണ് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ചേർക്കുന്നത് ഒരു 1/4 കപ്പ് റവയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ മൈദ മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം. പക്ഷെ ഞാനൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് കുറച്ച് റവ ചേർത്ത് കൊടുത്തതാണ്. അടുത്തതായി ഒരു 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ സ്നാക്കിന് ഒരു മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര പൊടിച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂൺ വെണ്ണ ഒന്ന് ഉരുക്കിയെടുത്തതിന് ശേഷം കുറച്ച് ചൂടോടുകൂടി തന്നെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചേർക്കണില്ല. ഞാൻ ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കതെല്ലാം കൂടിയിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ പുട്ടുണ്ടാക്കുന്ന സമയത്തൊക്കെ മാവ് നനച്ചെടുക്കില്ലേ, അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചപ്പാത്തിക്കൊക്കെ കുഴക്കണ മാതിരി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുകയാണ്. പാല് നമ്മൾ കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുക്കാം. പാലിന് പകരം നിങ്ങൾക്ക് വെള്ളത്തിലും കുഴച്ചെടുക്കാം. അതുപോലെ തന്നെ തേങ്ങാപ്പാലും ഉപയോഗിക്കാം. ഞാൻ പക്ഷേ ഇവിടെ സാധാരണ പാല് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ആദ്യം 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഈ വാനില എസൻസിന് പകരം നമുക്ക് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചുരുട്ടിയെടുക്കണം. ഇപ്പോൾ ഈ മാവിൽ കുറച്ചുകൂടി പാലിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ 2.5 ടേബിൾ സ്പൂൺ പാലാണ് കേട്ടോ നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 1/2 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് അത് അടച്ചു കൊടുക്കാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഷേപ്പാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് ഈ മാവ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ചെറിയ ബോൾസ് ആയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ഈ മാവ് മുഴുവനും ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഓരോ ബോൾസും ഈ സ്നാക്കിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ട് നമ്മളത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നിക്ക് ഒരു ചീപ്പ് ഉപയോഗിക്കാം. നമ്മൾ ചീവാനായിട്ട് ഉപയോഗിക്കുന്ന ചീപ്പുണ്ടല്ലോ, അതന്നെ നല്ലൊരു പുതിയ ചീപ്പ് ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നമ്മുടെ കയ്യിൽ ഫോർക്ക് ഉണ്ടാവില്ല, ഫോർക്ക് വെച്ചിട്ടും ആ ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഫോർക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഫോർക്കിൻ്റെ ബാക്ക് സൈഡിൽ ഓരോ ബോൾസ് വീതം എടുത്ത് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗവും ഒരേ രീതിയിൽ തന്നെ പ്രസ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഒരു കട്ടി കൂടിയിട്ടും കട്ടി കുറഞ്ഞിട്ടും ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഉള്ളിൽ നന്നായിട്ട് വേവില്ല. അപ്പോൾ അത് കാരണം ഒരു മീഡിയം തിക്നെസ്സോട് കൂടി എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. അതിനുശേഷം ഫോർക്കിൻ്റെ അറ്റത്തുനിന്ന് ഈ മാവ് ഉള്ളിലോട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ 2 അറ്റം കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പ് വേണ്ടത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബോൾസും ഷേപ്പ് ചെയ്തെടുക്കാം. സൂക്ഷിച്ചിട്ട് തന്നെ നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ മേലത്തെ ആ വരകളൊക്കെ ഒന്ന് പോവാൻ ചാൻസ് ഉണ്ട്.
ഇപ്പോൾ എല്ലാ ബോൾസും ഈ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഫ്രൈ ചെയ്യുന്നത്. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നമ്മളിതിൽ പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് വേഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. എന്നിട്ടത് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലാണ് ഇത് ഫ്രൈ ചെയ്യേണ്ടത്. ഇടയ്ക്ക് നമുക്ക് എണ്ണ ഒന്നും എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇനി ബാക്കിയുള്ള മാവും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക, പക്ഷെ അതിരിക്കുന്നിടത്തോളം ക്രിസ്പി ആയിട്ട് വരും. അതാണ് ഈ സ്നാക്കിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മേലെ കുറച്ച് ഷുഗർ പൗഡർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇതിലിപ്പോൾ അത്യാവശ്യം പഞ്ചസാര ചേർത്തിട്ടുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യണില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. അപ്പോൾ ഈ സ്പെഷ്യൽ സ്നാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് ക്രിസ്മസിന് മാത്രമല്ല, അല്ലാത്ത സമയത്ത് നമുക്ക് വീട്ടിലുണ്ടാക്കി വെക്കാം. കുട്ടികൾക്കൊക്കെ വൈകുന്നേരത്തെ ചായയുടെ കൂടെയൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട ഒന്ന് എല്ലാവരും ട്രൈ ചെയ്തിട്ടെന്ന് അഭിപ്രായമൊക്കെ പറയൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ പുതിയതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്